ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് ബേസിക് സൗണ്ടില്ല പറഞ്ഞോട്ടാ, ഞാൻ ഓളിയിടും. അപ്പോൾ ഗൈസ് നമ്മൾ ബേസിക്കലി എനിക്ക് സ്പൂണിന്റെ കണക്കൊന്നും ഞാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഒരു കണക്ക് ഞാൻ ഇടും, അത്രേ ഉള്ളൂ. കുറച്ച് കളർ അധികം വരണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ നമ്മള് സോൾട്ട് ഇടാറുണ്ട്. കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. ഓക്കെ, കുറച്ച് ചിക്കൻ മസാല, ഗൈസ് ചിക്കൻ മസാല ഇട്ട സ്ഥിതിക്ക് കൊറിയാണ്ടർ പൗഡർ കുറച്ചിട്ടാൽ മതി. കൊറിയാണ്ടർ പൗഡർ കുറച്ചിട്ടിട്ട് നമുക്ക് പെപ്പർ ഇടാം. ഗൈസ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കണ വെച്ചാൽ കുറച്ച് കരിവേപ്പില, പിന്നെ 3-4 വെള്ളുള്ളി, പിന്നെ കരിവേപ്പില, പിന്നെ ഒരു ഹാഫ് ഉള്ളി, പിന്നെ ഗ്രീൻ ചില്ലീസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇഞ്ചി ആഡ് ചെയ്തിട്ടുണ്ട്, മറന്നു പോയി ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് കൂടെ ആഡ് ചെയ്യാം ഗൈസ്. ഒഴിക്കണം, പാത്രം നല്ല ക്ലിയർ ആക്കണം, ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് മിക്സ് ചെയ്യാം ഗൈസ്. അപ്പം നമ്മൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒരു 2-3 hours മാരിനേഷൻ ചെയ്യാൻ വെക്കും. അപ്പൊ ഗൈസ് ഞാൻ വന്നിട്ട് സോറി ഓഫ് ചെയ്യാ. അപ്പൊ ഗൈസ് ഇത്തിരി ലേറ്റ് ആയി പോയി ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു സ്പൂൺ കൊണ്ട് കളിക്കണ്ട. അപ്പൊ ഗൈസ് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ ഇത്തിരി വൈകി പോയി, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിപ്പോ ഭയങ്കര ലേറ്റ് ആയി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഡിന്നർ ഉണ്ടാക്കാന്ന്. അപ്പൊ ഞാൻ വന്നിട്ട് ഇപ്പൊ ഡിന്നർ ഉണ്ടാക്കാൻ പോണുള്ളൂ. ഓക്കെ ഗൈസ്, ഞാൻ വന്നിട്ട് ഇത്തിരി പുറത്തൊക്കെ പോയി, അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയേ. ഒരു 5-6 മണിക്കൂർ ഉണ്ടാവും. അപ്പൊ മസാല ഒക്കെ പിടിച്ചിട്ടാവും ആണ് എന്റെ പ്രതീക്ഷ. അപ്പൊ നമുക്ക് ഇതിലോട്ട് കേൾക്കാം. ഓക്കെ, കം ഓൺ. വരുന്നില്ലേ അമ്മ? നമുക്കില്ലേ? അപ്പൊ ഗൈസ് സൗണ്ട് ഒത്തിരി കൂടിപ്പോയി, ഇത്തിരി പവറും കൂടിപ്പോയി. കുഴപ്പമില്ലല്ലേ കണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ ഗൈസ് നമുക്ക് ഇനി കോൺഫ്ലവർ ഇടാം. കോൺഫ്ലവർ മാക്സിമം തട്ടാം. ഓക്കെ, സാധനം ഫുള്ള് കഴിഞ്ഞു. അപ്പൊ ഗൈസ് ഇനി മുട്ട ഇടാം. ഞാനൊരു ഗ്ലൗസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഗ്ലൗസിലോട്ട് നമുക്ക് കൈ ഗ്ലൗസിലോട്ട് ഇടാം. സോറി മാറിപ്പോയി. അപ്പൊ ഗൈസ് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, കുറേയൊക്കെ തെറിച്ചു പോവും, അതൊന്നും കുഴപ്പമില്ല. എങ്ങടെ കൊണ്ടുപോകണം? അമ്മ ക്യാമറ വന്നിട്ട് ചിക്കൻ്റെ ഉള്ളിൽ വീഴരുത്. ഓക്കെ ഗൈസ്, ഇത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ ബോട്ടിലിന്റെ ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എണ്ണ ഇടാം. അപ്പൊ ഗൈസ് നമ്മളുടെ എണ്ണ ഇതേ ചൂടായിരിക്കുന്നു. ഇനി നമുക്ക് പീസസോട് ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ,
അപ്പൊ ഗൈസ് ഞാൻ ഇതാ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഈ കറിവേപ്പില ഫ്ലേവർ നല്ല കുറച്ച് ഇതാണ്, കുറച്ച് ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. കമോൺ ഗൈസ്, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അത് വേണ്ടടാ, വേറെ എടുക്കും. അത് ആ വൈറ്റ് കളറല്ലേ, വൈറ്റ്. ആ ആ ആ മറ്റേ ഇതിന്റെ ബോട്ടിൽ അങ്ങോട്ട് മാറ്റി വെക്കാൻ, അടച്ചിട്ട്. അടച്ചിട്ടുണ്ടോ അത് കറക്റ്റായിട്ട്? കാണിച്ചു. കറിവേപ്പിലൊക്കെ അരോമയുണ്ട് ഗൈസ്. ഗൈസിനറിയോ ഈ ലെറ്റീസൊക്കെ ആരാ തിന്നാൻ പോണത്? ഞാൻ തന്നെ ഗൈസ്. ഈ ലെറ്റീസ് മൊത്തമൊന്നുമല്ല, ഒരു 2 കഷ്ണം ഇത്രയ്ക്കാൻ തിന്നും ഈ ലെറ്റീസ്. അപ്പൊ ഗൈസ് ഈ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ എന്താ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചൂടായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഗൈസ് ഭയങ്കര ജ്യൂസിയാണ്. നമ്മുടെ ചില്ലി അതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഗൈസ്. നന്നായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. സൂപ്പറാണ് ഗൈസ്, പൊളിയാണ്, മാസാണ്. അപ്പൊ ഗൈസ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.